ഇതെൻ്റെ നാട് ഇടുക്കി. ഇടുക്കി എന്ന് പറയുമ്പോൾ കാടുകളും മലകളും പുഴകളും സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ജില്ല. അതുമാത്രമല്ല കേട്ടോ, കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കേട്ടോ ഇടുക്കി. കേരളത്തിലെ 14 ജില്ലകളിലെ ഏറ്റവും വലിയ ജില്ല. ഇടുക്കി ജില്ലയുടെ 50% വനഭൂമിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും മറ്റ് ജില്ലയിലുള്ളവരൊക്കെ ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ വള്ളിയെ തൂങ്ങിയാണോ വരുന്നത്? ഇത് കേൾക്കാത്ത ഒറ്റ ഇടുക്കിക്കാരൻ പോലും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയവും ഇവിടെ തന്നെയുണ്ട് കേട്ടോ. അതെന്താണെന്നല്ലേ? വേറൊന്നുമല്ല, നമ്മുടെ മുല്ലപ്പെരിയാർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഇടുക്കി അണക്കെട്ട്. വെള്ളം ഉണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും കറണ്ട് വേണമല്ലോ. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിന് പേര് കേട്ട ജില്ലയാണ് കേട്ടോ ഈ സൂപ്പർ നമ്മുടെ ഇടുക്കി എന്ന മിടുക്കി. അതുമാത്രമല്ല, കേരളത്തിന് ആവശ്യമായ 66% വൈദ്യുതിയും ഇവിടെ നിന്നാണ് കേട്ടോ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം, വർണ്ണനകൾക്ക് അപ്പുറമാണ് ഇവിടെ എന്ന് ഇവിടെ വന്നവർക്ക്, അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. ഞാൻ എന്തൊക്കെയൊക്കെയല്ലേ പറയുന്നേ. ഞാൻ ഈ പോകുന്നതുണ്ടല്ലോ എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എത്ര മനോഹരിയാണല്ലേ ഈ പ്രകൃതിയെ കാണാൻ. ഇടുക്കി മാത്രമല്ല കേട്ടോ, മറ്റ് ജില്ലകളെല്ലാം അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടുക്കി ജില്ലയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതാർക്കും അറിയില്ല. ഈ ഒരു വ്യൂ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടത്തില്ല. അതെ, അപ്പൊ ഞാൻ ചെന്നിട്ട് ഇടാം. ഞങ്ങള് വിദേശത്ത് പോകുന്നുണ്ട് സ്വിറ്റ്സർലാൻഡ്. ഞങ്ങൾ 4 മക്കളാണ് കേട്ടോ. 4 മക്കളിൽ രണ്ടാമത്തെ ആളാണ് എൻ്റെ ഇപ്പുറത്തിരുന്ന് പാട്ട് പാടിയത്. ഇതെൻ്റെ ആങ്ങള. 3 പെങ്ങന്മാർക്ക് ഒരേ ഒരാങ്ങള. മൂത്ത ചേച്ചി ഞങ്ങളുടെ കൂടത്തിൽ പോകുന്നില്ല കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പപ്പായും മമ്മിയും നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചേച്ചിയുടെ കൂട്ടുകാരുടെ കല്യാണത്തിനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അഖിലിൻ്റെയും ഷെറിൻ്റെയും കല്യാണത്തിന്. ഷെറിൻ നല്ല അടിപൊളി ക്യാരക്ടറിൻ്റെ ഉടമയാണ് കേട്ടോ എനിക്കറിയാവുന്നതിൽ വെച്ച്.
ഞങ്ങളങ്ങനെ ഷെറിൻ്റെയും അഖിലിൻ്റെയും കല്യാണം കഴിഞ്ഞ് നേരെ ഇതേ കാലടി പാലത്തിലൂടെ തൊടുപുഴയ്ക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഉള്ളത്. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ദേ പിന്നെയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. Continue on MC Road for 8 kilometers. നമ്മളിപ്പോൾ തൊടുപുഴയ്ക്ക് പോകുന്നത് ഒരു ഐ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും പ്രായമൊക്കെ ആയി വരികയാണല്ലോ. അപ്പോൾ കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവ് പോലെ. എങ്കിൽ പിന്നെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് നേരെ തൊടുപുഴയ്ക്ക് പോവാണ് കേട്ടോ. നോക്കിക്കേ, നല്ല സൂപ്പർ വഴിയാണ്. എൻ്റെ ബ്രദറാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നല്ല സൂപ്പറായിട്ട് അടി ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇവൻ ബെസ്റ്റാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും. നമ്മളെ എവിടെ കൊണ്ടായാലും നല്ല സേഫായിട്ട് വീട്ടിൽ കൊണ്ടെത്തിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തൊടുപുഴ എത്താറായപ്പോഴത്തേനും ഇതോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് ആ ചെറിയ മഴ വലിയ മഴയായി കേട്ടോ. നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാനാണ് നിലവിലത്തെ പ്ലാന്. എന്താണെങ്കിലും അവർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്നത് വരെ ഞങ്ങളിതേ റോഡ് സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങളിതേ പയ്യെ ഇവിടുന്ന് മൂവ് ചെയ്യുകയാണ് കേട്ടോ, നേരെ ആലപ്പുഴ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ആലപ്പുഴയിലെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.